മോദി ഇനി പാർലമെന്റിൽ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുന്ന പ്രധാനമന്ത്രിയാകുമോ? മൂന്ന് കാര്യം മാത്രം. ജ്യോതി പറഞ്ഞ 3 തെറ്റുകൾ. ഒന്ന്, സത്യപാൽ മാലിക് ശരിയാണെങ്കിൽ ആർമി ഓഫീസേഴ്സ് അന്ന് പറഞ്ഞ തെറ്റാണ്. അപ്പൊ വീണ്ടും അങ്ങ് ആർമിയെ തെറ്റു പറയുന്നു. 2, നന്ദി പ്രമേയ ചർച്ചയ്ക്ക് എല്ലാം പെടുത്താമെന്ന് പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റ് പെടുത്തിയില്ല, അതുകൊണ്ട് നന്ദി പറയൽ പെടുത്താത്തതുകൊണ്ടാണെന്ന്. മൂന്നാമത്തെ തെറ്റ്, അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്ന് പറയുന്നു. മനേകാ ഗാന്ധിക്ക് പോലും അഭയം കൊടുക്കാത്ത നിങ്ങളുടെ പാർട്ടി അഭയമുദ്ര ചിഹ്നമാണെന്ന് പറയുമ്പോൾ അതിലൊരു സാങ്കേതികമായും 2 രീതിയിലും തെറ്റുണ്ട്. 4, ഇത് മതചിഹ്നമാണെങ്കിൽ രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഇത് ഒരു കോൺഗ്രസിന്റെ ചിഹ്നം മതചിഹ്നമാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നവും കൂടി കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എടുത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വയം കുഴിച്ച കുഴി നിങ്ങൾ വീണിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സൈന്യത്തെ പിന്തുണയ്ക്കുന്നത് സൈനികർക്ക് വേണ്ടിയാണ് രാഹുൽ പറഞ്ഞത്. താങ്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറയുന്നത്. ആ സൈനിക മേധാവി പറഞ്ഞാണല്ലോ സൈനികർക്ക് വേണ്ടിയുള്ളത്. ഇനി അതിനും പാകിസ്ഥാൻ ആൾ പറയണം. അങ്ങനെയല്ല. നമ്മുടെ സമയം കഴിയുകയാണ്. വളരെ നന്ദി. രാഹുൽ മോദി എല്ലാത്തിനും മറുപടി പറയുമോ? മോഡിയുടെ ഭാര്യ ബീഫ്, ജനാധിപത്യം പൂത്തുലഞ്ഞു, ഇതെല്ലാം പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷത്താണ്. നിങ്ങളുടെ പാട്ട കേട്ടപ്പോൾ നിങ്ങളാണ് ഭരിക്കുന്നതെന്ന് മാറ്റിവെച്ച് ഇനിയെങ്കിലും അംഗീകരിക്കും. 10 വർഷത്തിന് ശേഷം ഒരു പ്രസംഗം കേട്ടപ്പോൾ താങ്കൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അതായത് 10 വർഷം കഴിഞ്ഞ് ശബ്ദം കേൾക്കുന്നത് 10 വർഷമാണ് കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം കേൾക്കുന്നത്. അടിച്ചമർത്തിക്കൊണ്ടാണ് ഞാൻ മോദിയുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് താങ്കളോട് സന്തോഷിക്കാം. താങ്കൾ തല തപ്പി നോക്കുന്നേ, താങ്കൾ തല തപ്പി നോക്കുന്നേ. ശരി താങ്കൾ വിജയിച്ചു. പാർലമെന്റിൽ വരും ദിവസങ്ങൾ എങ്ങനെയാണ്? മോദിയുടെ മറുപടി ഉണ്ടാകുമോ? രാഹുൽ ഇതേ രീതിയിൽ തുടരുമോ? നമുക്ക് നോക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.